സിജു വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERTയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ നീർനാഗം എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ അവസാന ഭാഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റു ചില പ്രവർത്തനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പാഠപുസ്തകത്തിൽ തന്നെ കഥാപാത്ര പരിചയം എന്നൊരു ഇവിടെ കിടപ്പുണ്ട് ഒരു പ്രവർത്തനം. അതായത് ബഷീറിൻ്റെ കഥയിലെ ഈ ഒരു പാഠഭാഗത്തെ ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. ഇമ്മിണി ബല്യ ലോകം, അദ്ദേഹത്തിന് ഇമ്മിണി ബല്യ ഒരാൾ എന്ന കൃതിയെ പോലെ തന്നെ ബഷീറിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നോ മറ്റ് ലൈബ്രറികളിൽ നിന്ന് ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാനും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ തിരിച്ചറിയാനും അവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. അതായത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ചില ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മുഞ്ഞ്, പിന്നെ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയും മറ്റു കുട്ടികളും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണിതെല്ലാം. പിന്നെ പൂവൻപഴം, ഇൻഡുപ്പാപ്പക്കര നീന്താർന്ന് തുടങ്ങിയ പുസ്തകങ്ങൾ ശേഖരിക്കുകയും അത് വായിച്ചതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുകയും ചെയ്യുക. അതുകൂടാതെ കഥയിലെ ചെറിയ ചെറിയ ചോദ്യോത്തരങ്ങൾ നമുക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ്. അദ്ദേഹത്തിന് നീർനാഗം, അത് കുറേ പുറകോട്ട് പോകുമ്പോഴാണ് നീർനാഗം എങ്ങനെ അദ്ദേഹം പിടിച്ച നീർക്കോലിക്ക് നീർനാഗം എന്നുള്ള പേര് എങ്ങനെ കിട്ടി എന്നുള്ള ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ നമുക്ക് പാഠം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ഇപ്പോൾ തനിയെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാറ്റിലും ഉപരി പാഠഭാഗം നന്നായി വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം. നല്ല രീതിയിൽ പാഠം വായിച്ചതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ നമുക്ക് സ്വന്തമായിട്ട് എത്ര കുറിപ്പുകൾ തയ്യാറാക്കാനും സാധിക്കും. അതുകൊണ്ട് വായന ഒരു അത്യാവശ്യ ഘടകമാണ്. അത് ഏത് പാഠമായാലും ഏത് വിഷയമായാലും കുട്ടികൾ പാഠപുസ്തകം നന്നായി വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ബഷീറിനെ കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, പ്രധാന പുരസ്കാരങ്ങൾ എന്നിവയാണ് പ്രതിപാദ്യം. നിർനാഗം എന്ന പാഠത്തിൻ്റെ വിശകലനവും പഠന പ്രവർത്തനത്തെക്കുറിച്ചുള്ള കുറിപ്പും ഈ വീഡിയോയിൽ അവസാനിക്കുകയാണ്. അടുത്ത യൂണിറ്റുമായി അടുത്ത വീഡിയോയിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി.